നമസ്കാരം. ഷെക്കേന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. ഒരു കാലത്ത് സമ്പത്തിന്റെ ഔന്നത്യത്തിൽ നിന്നൊരു സമൂഹം, വലിയ വ്യവസായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ഒരു സമൂഹം, ബിസിനസ്സിലും സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിലും ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജോലി കൊടുക്കുന്നതിലും എസ്റ്റേറ്റ് നടത്തുന്നതിലും കൃഷിയിലും മറ്റ് സാമ്പത്തിക മേഖലയിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, സമ്പത്തിനെ കൃത്യമായി വിനിയോഗിച്ച ഒരു സമൂഹമായിരുന്നു ക്രൈസ്തവ സമൂഹം. എന്നാൽ ഇന്ന് വ്യവസായ മേഖലകളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിലെല്ലാം ക്രൈസ്തവ സമൂഹം പിന്നോട്ട് പോകുന്ന കാഴ്ച, ഉള്ള സമ്പത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കാത്ത സമൂഹം, വലിയ കടബാധ്യതകൾ വരുത്തിവെച്ച് കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സമൂഹം. ഇതിനെല്ലാം അടിസ്ഥാന പ്രശ്നം എന്താണ്? സമ്പത്തിനെ സുരക്ഷിതമായി കൃത്യമായി വിനിയോഗിക്കാൻ പറ്റാത്ത വിധം നമ്മളുടെ ധനശാസ്ത്ര പാഠ ചിന്തകൾ എവിടെയാണ് പിഴച്ചത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, സാമ്പത്തിക വിദഗ്ധയും എഴുത്തുകാരിയും സാമൂഹിക നിരീക്ഷകയുമാണ്. ഒപ്പം ഡോക്ടർ സെമിച്ചൻ ജോസഫ്, അദ്ദേഹം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാളാണ് ഡോക്ടർ കൊച്ചുറാണി. കാരണം ഈ ഒരു വിഷയം ഒരു മിഷനായി ഏറ്റെടുത്ത ഒരു അധ്യാപികയാണ്. ആയിരക്കണക്കിന് വേദികളിൽ, പല ചാനലുകളിൽ, പല വേദികളിൽ ഈ വിഷയം അതിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ. ആ മുഖങ്ങളൊന്നും ആവശ്യമില്ല, അങ്ങേക്ക് പറഞ്ഞു തുടങ്ങാം. സമ്പത്തിനെ കുറിച്ച് ഈ സാമ്പത്തികമായി ഉയരണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. പക്ഷെ സമ്പത്തിനോടുള്ള മനോഭാവവും അത് വളർത്തണമെന്നുള്ള ആഭിമുഖ്യവും ഒരുവനിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട തത്വം. ഈ സാമ്പത്തിക ശാസ്ത്രം ഊന്നൽ കൊടുക്കുന്ന 5 മേഖലകളുണ്ട്. സമ്പത്തിനെ എങ്ങനെ സൃഷ്ടിക്കാം, സമ്പത്തിനെ എങ്ങനെ പരിപാലിക്കാം, സമ്പത്തിനെ എങ്ങനെ വളർത്താം, സമ്പത്തിനെ എങ്ങനെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപിക്കാം, സമ്പത്ത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം അടുത്ത തലമുറയ്ക്കായിട്ട് എങ്ങനെ. ഈ 5 മേഖലകളും വളരെ പ്രധാനപ്പെട്ടതാണ്. സൃഷ്ടിക്കുന്ന മേഖലയിൽ നിന്ന് ഞാൻ തുടങ്ങാം. സൃഷ്ടിക്കുന്ന മേഖലയെക്കുറിച്ച് നമ്മൾ സഭയിലുമൊക്കെ ഒത്തിരി കാര്യമായി പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കണം, ഒരു ബിസിനസ് തുടങ്ങണം, മൂലം അനേകം കുടുംബങ്ങൾ ജീവിക്കണം എന്നൊക്കെ സഭാമക്കളെ പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ധാരാളം സമ്പത്ത് ഉള്ളവരും സാമ്പത്തികമായി ഉയർന്നവരും അനേകരെ ഉയർത്താൻ പരിശ്രമിക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും സമ്പത്ത് തിന്മയാണെന്നൊക്കെ വരെ പഠിപ്പിച്ചു തുടങ്ങി. ധനവാൻ സ്വകരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, അതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിൽ കൂടി പോകുന്നതാണ്. കൃത്യമായി ബൈബിൾ വ്യാഖ്യാനം തെറ്റാണ്. അതായത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ട് ഫ്രേസ് എടുത്തിട്ട് തെറ്റായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ സഭ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പലരും. സമ്പത്ത് ഉണ്ടാക്കണം തിന്മയാണ്, പാപമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഈ അരിമത്യാക്കാരൻ ജോസഫാണ് യേശുവിൻ്റെ ശരീരം കല്ലറയിൽ അടക്കാൻ വേണ്ടി ചെന്ന് മേടിക്കുന്നത്. ഈ ജോസഫിനെ കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നത് എങ്ങനെയാണ്? അയാൾ യേശുവിൻ്റെ ശിഷ്യനും ധനികനുമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ധനികരുണ്ടെന്ന് മനസ്സിലായല്ലോ, സ്വന്തമായി കല്ലറയുള്ളവന്മാർ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഓർക്കണം, ധനികനായ ഒരു ശിഷ്യന്റെ കല്ലറയിൽ നിന്നാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ധനം ഉണ്ടാക്കുന്നത് അതിൽ തന്നെ തിന്മയല്ല. ധനത്തോടുള്ള ആഭിമുഖ്യം, ധനത്തോടുള്ള എന്താണ് അറ്റാച്ച്മെന്റ്, അതാണ് പാപം. ധനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കരുത്. ധനം നൽകിയ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. ധനം പങ്കുവെക്കാനാണ്, അതാണ് ഞാൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നത്. ധനം പങ്കുവെക്കാനുള്ള മനോഭാവം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകളുടെ ശിഷ്യ സമൂഹം, അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സമ്പത്ത് കൊണ്ട് അവൻ്റെ ശുശ്രൂഷകളിൽ സഹായിക്കുന്ന സ്ത്രീകളും അവനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ എവിടെയാ പറഞ്ഞത്? സമ്പത്തുള്ളവരൊന്നും ശിഷ്യരാകത്തില്ലെന്നും സമ്പത്തുള്ളവരൊന്നും സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നും. അരിമത്യാക്കാരൻ ജോസഫിനെ സെയിൻ്റായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മത്തായി സുവിശേഷകനാണ് സാമ്പത്തികം അല്ലെങ്കിൽ ബാങ്കേഴ്സിന്റെ ഫിനാൻസിയേഴ്സിന്റെ പേട്രൺ സെയിന്റ്. കാരണം മാത്യു വാസ് എ ടാക്സ് കളക്ടർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റായ രീതിയിലുള്ള പ്രബോധനങ്ങൾ എവിടെയൊക്കെയോ ആരിലൂടെ ചേർന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണം പിശാചാണ്, പണം ഉണ്ടാക്കുന്നവൻ തെറ്റാണ് ചെയ്യണം. ഇതാണ് ഈ കൺസെപ്ച്വൽ ക്ലാരിഫിക്കേഷൻ. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. ഇതിപ്പോ ഇത് ഇന്നലെയോ മിനിയാന്നോ ഉണ്ടായതൊന്നും അല്ലല്ലോ. ഇതിപ്പോ നമുക്ക് അങ്ങ് ഇതിനെ ഈ ഘട്ടത്തിൽ വായിക്കുമ്പോൾ അത് വ്യക്തമാണ്.
എന്നാൽ ഇതിനേക്കാളൊക്കെ മുമ്പേ നമ്മൾ ഇങ്ങനെ ചർച്ച പോലും വെക്കണ്ടാത്തൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള എസ്റ്റേറ്റുകളുള്ള, റബ്ബർ തോട്ടങ്ങളുള്ള, നെൽകൃഷികളുള്ള, അല്ലെങ്കിൽ വലിയ സംരംഭങ്ങൾ, അങ്ങ് മുമ്പേ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിങ് ശൃംഖലകൾ ഉൾപ്പെടെയുള്ളത് പലതും തുടങ്ങിയത് ഈ ഇടങ്ങളിൽ തന്നെയാണല്ലോ. ഇപ്പൊ തൃശ്ശൂർ ഉൾപ്പെടെ, എറണാകുളം ഉൾപ്പെടെയുള്ള, ഇന്നിപ്പോ നമ്മൾ കാണുന്ന വീഗാട് ഉൾപ്പെടെയുള്ള, ആലുക്കാസുകൾ ഉൾപ്പെടെയുള്ള, ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അപ്പോൾ അതെവിടെയാണ് അങ്ങനെ വന്നത് എന്ന് പറയുമ്പോൾ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഈ ഫെയ്ത്ത് റീഡിങ്ങിന് ഒരു ഡൈവേഴ്സ് ആയ ഒരു വായന ഉണ്ടായ കാലഘട്ടത്തെയാണ്. അതായത് പള്ളിയോട് ചേർന്നുള്ള ചിട്ടി കമ്പനികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. സാധാരണക്കാർ ചില ചിട്ടി കമ്പനികളാണ് പിന്നീട് ബാങ്കായിട്ട് മാറുന്നത്. അപ്പൊ എന്താണെന്നറിയാമോ, ഈ ചിട്ടി കമ്പനികളിൽ കൂടാനും, ഇന്ന് മരണക്കുറിയാ ഉള്ളത്, ചിട്ടി കമ്പനികൾ കൂടാനും അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും, അതായത് എനിക്കുണ്ടായതിന്റെ ഒരു വീതം ചിട്ടിയിൽ ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഇതൊക്കെ പല പള്ളികളിൽ നിന്ന് അപ്രത്യക്ഷമായി. മാത്രമല്ല വേറെ പല ബിസിനസ്സുകൾ അവിടെ കയറി പിടിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്നറിയാമോ, ഈ ഒരു ഷിഫ്റ്റ് വന്നു, എഡ്യൂക്കേഷൻ ഷിഫ്റ്റ്, ഈ കാര്യത്തിൽ എഡ്യൂക്കേഷൻ ഷിഫ്റ്റ് വന്നു. പണ്ട് കാലത്ത് ഈ കാർഷിക യുഗത്തില് ധാരാളം കൃഷിഭൂമിയുള്ളവരെ ബാക്കിയുള്ള സമീപപ്രദേശത്തുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൃഷി ചെയ്യുന്നതും നെല്ലിന്റെ വീതം എല്ലാവർക്കും കൊടുക്കുന്നത്, ഗ്രൂപ്പ് ഫാമിംഗ്, നെല്ലിന്റെ വീതം എല്ലാവർക്കും കൊടുക്കുന്നതിനെ കുറിച്ച് പറയാൻ ഒരു വികാരിയച്ഛനുണ്ടായിരുന്നു. ഒരു എന്താ പറഞ്ഞ ഒരു ശാസന പോലെയോ ആജ്ഞ പോലെയോ പള്ളിയിൽ പ്രസംഗത്തില്, കുർബാനയുടെ പ്രസംഗത്തിനകത്ത് സുവിശേഷം അടച്ചു വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ കരുതലിന്റെ ഒരു സംസ്കാരം പ്രസംഗിക്കാൻ ഒരു വികാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനകത്തൊക്കെ മാറ്റം വന്നു. വചനം വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടല്ലോ, വചനം ദുർവ്യാഖ്യാനിക്കപ്പെട്ടതും ഒരു കാരണം. തിരിച്ചു വരാം. സെമിച്ചൻ, അങ്ങ് ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? അതായത് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി ഉണ്ട്. പക്ഷെ ഒരു കാലത്ത് നമ്മൾ ഈ പറയുന്ന പല ക്ലാസിക്കായ എക്സാമ്പിൾസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച 25 ധാരകരെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ആളുകളും അവരുടെ പേരുകളൊക്കെ നമുക്ക് കാണാം. പേരുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ സമ്പത്തിനെ വിനിയോഗിക്കാൻ അതിലൊക്കെ ഒരു കൃത്യമായ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത, അത് അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ അതിലൊരു പരിശീലനം ഇനിയും നമുക്ക് ആവശ്യമുണ്ട് തോന്നിപ്പോകുന്ന കഥകളാണ് നമ്മൾ കേൾക്കുക. എന്താണ് അതിനെ അങ്ങനെ കാണുക? ഞാൻ ടീച്ചർ പറഞ്ഞതിനോട് ഒരു പോയിന്റിൽ പ്രത്യേകമായിട്ട് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സമ്പത്തിന്റെ വിതരണം എന്ന് പറഞ്ഞൊരു പോയിന്റ് ടീച്ചർ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു ഇടവക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സമ്പന്നരും അതിദരിദ്രരുമുള്ള ഇടവകകളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെ? അതൊരു ക്രൈസ്തവികമാണോ എന്ന് ചിന്തിക്കണം നമ്മൾ പലപ്പോഴും. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഒരു അന്തരം, ഗ്യാപ്പ്, അത് വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊട്ടും ക്രൈസ്തവികമല്ലല്ലോ. അതൊരു ആഗോള പ്രതിഭാസമല്ലേ? ആഗോള പ്രതിഭാസമാണെന്ന് നമ്മൾ അതിനെ എന്താ പറയാ, വളരെ ജനറലൈസ് ചെയ്യുമ്പോഴും ടീച്ചർ പറഞ്ഞിടത്താണ് അതൊരു ക്രൈസ്തവികമായ ഒരു കാര്യമല്ല. ഒരു സമൂഹത്തിൽ, ഒരു ഇടവകയില് വലിയ സമ്പന്നനുള്ള ഒരു ഇടവകയില് അതിദരിദ്രനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളിവിടെ ചാരിറ്റി ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് വലിയൊരു ഗ്യാപ്പുണ്ട് ഈ വിതരണത്തില്. അത് നമ്മൾ കാലങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് എന്തൊക്കെയോ ചരിത്രപരമായ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടനാട്ടിലാണ് ജനിച്ചത്. റാണി ചിത്തിര മാർത്താണ്ഡം, 3 കായലുകള്, കായൽ രാജാവായ മുരിക്കൻ, കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ. ഒരു പ്രദേശത്തിന്റെ ജൈവ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച അത്രയും ഭീഷണാശാലിയായ ഒരു വ്യക്തിയായിരുന്നു അയാൾ. അദ്ദേഹം ഒരു പുതിയ ഭൂപ്രദേശം തന്നെ രൂപപ്പെടുത്തിയെടുത്തു എന്നാണ് പറയണത്, കായൽ നികത്തിയെടുത്ത്, അല്ലെ? അതുപോലെ നമ്മൾ മലബാർ കുടിയേറ്റത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഒരു കാലഘട്ടത്തില്, അല്ലെ, വലിയ വലിയ ഉദ്യമങ്ങൾ നടത്തിയവരാണ്, വലിയ റിസ്ക് ഏറ്റെടുത്തവരാണ് ക്രൈസ്തവ സമൂഹം. അത് ഒരു സാമ്പത്തിക അടിസ്ഥാനമാണ്, അല്ലെ? ഒരു സമൂഹം എന്ന നിലയിൽ കേരളം ഇന്ന് അനുഭവിക്കുന്ന വലിയ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ ഒക്കെ അടിസ്ഥാനമിട്ട ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മളില്ല, ചെയ്തിട്ടില്ല എന്നല്ല പറയണേ. പക്ഷെ ടീച്ചർ പറഞ്ഞതാണ് കറക്റ്റ്. ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ ഫോക്കസിലൊക്കെ നമുക്ക് ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി സേഫ് സോണിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള, കുറച്ചും കൂടി എന്താ പറയുക, മന്ത്ലി സാലറിയിലേക്ക് ഒതുങ്ങുന്ന, റിസ്ക് ഏറ്റെടുക്കാൻ പറ്റാതെ, അവിടെ നിതിൻ നേരത്തെ പറഞ്ഞ പോലെ നഴ്സിംഗ് പോലെയുള്ള, അധ്യാപനം പോലെയുള്ള
കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള തൊഴിലിടങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോയി. ബിസിനസ് രംഗത്ത് നിന്നും ഇത്തരമുള്ള കാർഷിക മേഖലയിൽ നിന്നാണെങ്കിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം അതിൽ നിന്നൊക്കെ നമ്മൾ പുറകോട്ട് പോയിട്ട് കുറച്ചുകൂടി സേഫ് സോണിലേക്ക് പോയായിരുന്നു. ശരി, എനിക്ക് തോന്നണേ ഈ പ്രശ്നങ്ങളുടെ ആധിക്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതെ, അതിലേക്ക് നമുക്കൊരു പോംവഴികളിലേക്ക് പരിഹാര മാർഗങ്ങളിലേക്ക് ചിന്തിക്കാന്നുള്ളതാണ്. ഒന്നാമത്തത് നമ്മുടെ കാറ്റഗീസിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ഫിനാൻഷ്യൽ കാറ്റഗീസിസ് നമുക്കില്ല. ഫിനാൻസിനെ കുറിച്ച് പറയുന്നത് തന്നെ പാപമാണല്ലോ, പിന്നെ എങ്ങനെ ഫിനാൻഷ്യൽ കാറ്റഗീസിസ് വരുന്നത്? ഫിനാൻഷ്യൽ കാറ്റഗീസിസ് എവിടുന്നാ തുടങ്ങേണ്ടത്? കൊച്ചിലെ തുടങ്ങണം. അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് സാമ്പത്തിക സാക്ഷരത ക്ലാസ്സുകൾ നമ്മൾ നഴ്സറി ക്ലാസ് മുതൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് താലന്തിന്റെ ഉപമയൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. നഴ്സറി ക്ലാസ്സിലൊക്കെ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം, ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്, ഇതൊക്കെ സൂക്ഷിക്കാനും. ഈ പണ്ടൊക്കെ കുടുക്കയുണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ തരുന്നതുകൊണ്ട് കുടുക്കയിട്. ഇപ്പൊ കുടുക്കയില്ലെങ്കിലും കുഞ്ഞിന്റെ പേരിൽ തന്നെ സേവിങ് അക്കൗണ്ട് തുടങ്ങും. മണി ഈസ് പ്രഷ്യസ്. പണം വളരെ വിലപ്പെട്ടതാണെന്നും ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ടതാണെന്നും ഒക്കെയുള്ള പാഠം കുഞ്ഞുനാളിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു തലം. പണം എങ്ങനെ സൃഷ്ടിക്കാം? അത് പണം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ സേഫ് സോണിന്റെ ഇൻകം അതൊരു ഫിക്സഡ് ഇൻകം മാത്രമാണ്. നമുക്ക് ഫ്ലെക്സിബിൾ ഇൻകംസ് വേണം. അതായത് ഒരു ഫിക്സഡ് ഇൻകം ഉണ്ടായിരിക്കുകയും ഒപ്പം ഫ്ലെക്സിബിൾ ഇൻകംസ് പ്ലൂറലാണ് പറഞ്ഞത് ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ച് പഠിപ്പിച്ചെടുക്കുക. കാരണം പണം ഉണ്ടാക്കുന്നത് അതിനാൽ തന്നെ തെറ്റില്ല, പണത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് തെറ്റുള്ളത്. അതുകൊണ്ട് പണം സൃഷ്ടിപരമാണെന്നുള്ള കാര്യം പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ കാറ്റഗീസിസ്. എന്നിട്ട് കുട്ടി വളരുന്നതനുസരിച്ച് വീട്ടിലാണേലും അതെ, വീട്ടിലും മാതാപിതാക്കൾ പണം ചെലവഴിക്കുന്ന രീതികൾ, പണം സൃഷ്ടിക്കുന്ന രീതികൾ സുതാര്യമാകണം. കൊച്ചുങ്ങൾക്ക് മനസ്സിലാകണം, എൻ്റെ അപ്പന് ഇത്ര കടമുണ്ട്, എൻ്റെ അപ്പന് ഇത്ര ചിട്ടിയുണ്ട്, പിടിച്ച ചിട്ടി ഇത്രയുണ്ട്, പിടിക്കാത്ത ചിട്ടി ഇത്രയുണ്ട്, EMI ഇത്രയുണ്ട്, വണ്ടിക്ക് ലോൺ ഇത്രയുണ്ട്. ഇത് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. അപ്പൊ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? അപ്പൊ അവർക്കും ഒരു ആസ്പിറേഷൻ ലെവൽ വലുതാകണം, ജോലിയെടുക്കണം, കാശുണ്ടാക്കണം, അപ്പനെ സഹായിക്കണം, അമ്മനെ സഹായിക്കണം. കടം അവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, അത് തിരിച്ച് ഞങ്ങൾക്ക് അതിന്റെ ഇരട്ടിയായിട്ട് കൊടുക്കാൻ സാധിക്കും. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇതിങ്ങനെ വളർന്നു വരണം. ഏറ്റവും നല്ലൊരു മേഖല ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഇടവകയിലെ പ്രസംഗങ്ങൾ, കാറ്റഗിസം ടെക്സ്റ്റിൽ 11ാം ക്ലാസ്സിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ചാപ്റ്റർ എഴുതിയാണ് ഞാൻ. അങ്ങനെ ചാപ്റ്റർ ഉണ്ട്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ അത് വാല്യൂ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഈ ചാപ്റ്റർ എഴുതിയെങ്കിൽ ഈ ചാപ്റ്റർ എങ്ങനെ പഠിപ്പിക്കുന്നു, ആര് പഠിപ്പിക്കുന്നു, എങ്ങനെ കുട്ടികളിലേക്ക് എത്തുന്നു, ചാപ്റ്റർ തന്നെ പഠിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല. കാരണം എഴുതാൻ ആവശ്യപ്പെട്ട് ചാപ്റ്റർ എനിക്ക് 2 ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച്, സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, 2 ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഈ ബോധവൽക്കരണം എന്നുള്ള വാക്ക് കേട്ട് പഴഞ്ചനാണ്. അതുകൊണ്ടാണ് ഞാൻ കാറ്റഗിസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ഫിനാൻഷ്യൽ കാറ്റഗിസം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പതുക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ വിനിയോഗത്തിൻ്റെ കാര്യം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പണത്തിൻ്റെ ഒരു വീതം അവരൻ്റെ അവകാശമാണ്. താലന്തിന്റെ ഉപമയിലൂടെ ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ എന്റെ റിസോഴ്സ് എന്താന്ന് കണ്ടെത്തി, നമ്മുടെ ഭാഷയിൽ നമ്മളിപ്പോ ട്രെയിനിങ്ങിന്റെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ കോർ കോമ്പീറ്റൻസ് എന്നുള്ള വാക്കാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കോർ കോമ്പീറ്റൻസ് എന്താന്ന് കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് മണി മേക്കിംഗ് ആയിട്ട് അതിനെ മാറ്റുക എന്നുള്ളത്. ഈ രീതിയിലുള്ള ഒരു കാറ്റഗറീസാണ് ഈ യൂത്ത് ഏജിൽ കൊടുക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ നമ്മുടെ താലന്തുകൾ, ദൈവം എനിക്ക് തന്ന താലന്ത് ഞാൻ ഉപയോഗിക്കണം, വളർത്തണം. അതിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റിന് ബെനഫിഷ്യറീസ് ചുറ്റുമുണ്ട്. അതിൻ്റെ ബെനഫിഷ്യറി ഞാൻ മാത്രമല്ല, ചുറ്റുവട്ടത്തുണ്ട് അതിൻ്റെ ബെനഫിഷ്യറീസ്. അപ്പൊ അറിവ് വളർത്തി കൊടുക്കുന്നതാകാം, നമ്മുടെ സമയം മാറ്റിവെക്കുന്നതാകാം, പണം മാറ്റിവെക്കുന്നതാകാം. ഇങ്ങനെ പല രീതിയിൽ ഈ ദശാംശം കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ നമ്മുടെ സഭയിലുണ്ടല്ലോ. അയ്യോ, പണ്ട് ഈ പിടിയേരി കൊടുത്തല്ലേ നമ്മളെല്ലാം സ്കൂളെല്ലാം ഉണ്ടാക്കിയത്. എങ്ങനെയാ നമ്മുടെ പള്ളി പണിത്? എങ്ങനെയാ? ഈ പിടിയേരി കൊടുത്താണ് ആ കൾച്ചർ. പിടിയേരി കൊടുക്കുക എന്ന് പറഞ്ഞ കൾച്ചർ എന്താ? എൻ്റെ വീതം ഞാൻ കൊടുക്കുന്നു. ഇന്ന് ആ പിടിയേരി കൾച്ചറിൽ നിന്ന് മാറിയിട്ട് ദശാംശത്തേക്ക് വെച്ച് ധാരാളമായി കൊടുക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ. ഒത്തിരി അത്ഭുതം തോന്നുന്ന വിധത്തിൽ കൊടുക്കുന്നവരുണ്ട്. ചില പള്ളിക്കൊക്കെ ധാരാളമായി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം കൊടുക്കുന്ന മനുഷ്യരും ഉണ്ട്. പക്ഷെ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ഉണ്ട്. ഈ പള്ളിയൊക്കെ ഇത്ര വലുതായിട്ട് പണിയണം, ഇത്ര ആഡംബരമായിട്ട് പണി, ഇത്രയും നല്ല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ അത് വിടും, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഈ സമ്പത്ത് ആർജിച്ചെടുക്കുക, സമ്പത്ത് പക്വതയോടെ വിനിയോഗിക്കുക,
സമ്പത്ത് വിവേകത്തോടെ വിതരണം ചെയ്യുക. ഈ വിതരണം ചെയ്യുന്നിടത്താണ് ദശാംശം എന്ന് പറഞ്ഞ പോയിന്റൊക്കെ വരുന്നത്. അത് നമ്മൾ വേറെ എപ്പിസോഡിൽ ദശാംശത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു എപ്പിസോഡുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ, ഈ 5 സ്റ്റെപ്പിലൂടെയുള്ള വളർച്ചയുടെ പേരാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം, ഫിനാൻഷ്യൽ ഫ്രീഡം വരുന്നു, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വരുന്നു, സാമ്പത്തിക ഉത്തരവാദിത്വം വരുന്നു. മനസ്സിലായോ? അപ്പം ഫിനാൻഷ്യൽ ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു. എന്റെ സാമ്പത്തികത്തിന് ഒരു അതിർത്തി രേഖ ഞാൻ വരയ്ക്കുകയാണ്, എനിക്ക് ഇത്രയും മതി അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മതി. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എടുക്കുകയും ആവശ്യത്തിലധികമുള്ളത് വിതരണം ചെയ്യുക. ആവശ്യം എന്നുള്ളത് അവനവന് വ്യത്യാസമുണ്ട് കേട്ടോ, ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. കൊടുക്കുകയും ചെയ്യുന്നൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാന്നാണ്. ക്രിസ്ത്യാനിക്ക് നമ്മുടെ സഭയ്ക്കൊക്കെ ധാരാളമായിട്ടതുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ ഇത്രയും സ്കൂളുകളും ഇത്രയും ആശുപത്രികളും ഇത്രയും ദേവാലയങ്ങളും ഉയർന്നത്. അനേകർ കൊടുക്കുന്നത് കൊണ്ടാണ്. അനേകർ കൊടുക്കുന്നതിൽ നിന്നുണ്ടായതാ ഇത് മുഴുവൻ. പക്ഷെ ആ ഒരു കൾച്ചറിനെ കുറിച്ചും കൂടി നമ്മൾ സംസാരിച്ചു തുടങ്ങണം. ശരി, എന്താണ് ടീച്ചർ പറഞ്ഞത് ഈ കൺസ്യൂമറിസത്തിന്റെ ഒരു സ്വാധീനം നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് പ്രൊആക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഞാനിപ്പോ വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട്, യൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്തുകള്, വീട്ടുപകരണങ്ങള്, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനവും അവരെന്ത് ചെയ്യും, റീസെയിൽ ചെയ്യും. അപ്പൊ അതിന് സൈറ്റുകളുണ്ട്. അതിന് സൈറ്റുകൾ മാത്രമല്ല, ഫിസിക്കലായിട്ട് എടുത്തു വെച്ചാല് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. അതൊന്ന്. രണ്ടാമത് ചാരിറ്റി ഷോപ്സ് ഉണ്ട്. ചാരിറ്റി ഷോപ്സിലേക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഓണസ്റ്റി ഷോപ്സ് ആൻഡ് ചാരിറ്റി ഷോപ്സ്. ഇതൊക്കെ നമ്മുടെ ഈ കൾച്ചറിലും നമുക്ക് അത് നമ്മുടെ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളെയും ഒരുപാട് സ്വാധീനിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു വീടിന്റെ പരമാറി താമസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ എത്രയോ ഗിഫ്റ്റുകളാണ്, നമ്മളൊന്ന് പൊട്ടിച്ചു പോലും നോക്കാത്ത എത്രയോ ഗിഫ്റ്റുകൾ നമ്മുടെ തട്ടുംപുറങ്ങളിൽ കിടപ്പുണ്ടാവും. ഇതൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് അർഹതപ്പെട്ടവര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടല്ലോ. അപ്പോൾ അത്തരം ഈ പറഞ്ഞൊരു വിതരണ ശൃംഖല രൂപപ്പെടുത്താൻ പള്ളികൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് സാധിക്കും. പക്ഷെ അത് വേറൊരു അവസ്ഥ എന്നാന്നറിയാവോ, നമ്മളെപ്പോഴും ബെനിഫിഷ്യറി ലെവലിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സഭ എനിക്ക് എന്ത് ചെയ്തു, സഭ എനിക്ക് എന്ത് തന്നു, ഇങ്ങനെ ബെനിഫിഷ്യറി ലെവലിൽ നിന്ന് ഒരു കോൺട്രിബ്യൂട്ടറി ലെവലിലേക്കുള്ള തിങ്കിങ് പ്രോസസ് വേണം ഈ കാര്യത്തിൽ. ഞാൻ സഭയ്ക്ക് എന്ത് കൊടുത്തു, എൻ്റെ ഇടവകയിൽ മറ്റുള്ളവർക്ക് എന്ത്, അങ്ങനെ ബെനിഫിഷ്യറിസ്റ്റ് ഒരു ഗുണഭോക്താവിന്റെ തലത്തിൽ നിന്ന് ഒരു കോൺട്രിബ്യൂട്ടറി സംഭാവന ചെയ്യുന്ന തലത്തിലേക്കുള്ള വളർച്ചേനെയാണ് എംപവർമെന്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെ മനുഷ്യർ ഈ രീതിയിൽ എംപവേർഡ് ആകുക ഫിനാൻഷ്യലി. അവിടെയാണ് കാറ്റഗിസിസ് ഇങ്ങനെ വരേണ്ടത്, ഒരു ഡിറ്റാച്ച്മെന്റിന്റെ കാറ്റഗറി. ഞാനൊരു വലിയ വ്യവസായ പ്രമുഖനെ കുറിച്ച് ഒരു ദിവസം വായിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചാണ്. അദ്ദേഹം കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ഹോട്ടലിൽ ചെന്നാൽ പോലും എനിക്ക് ആവശ്യമുള്ള ടിഷ്യൂ പേപ്പർ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, 1-2, അതിലധികം ഞാൻ അവിടുന്ന് പോലും എടുക്കത്തില്ല. അതൊരു നിർമ്മമതയുടെ സംസ്കാരമാണ്. അതായത് എനിക്ക് വേണമെങ്കിൽ അത് മുഴുവൻ എടുത്തുകൊണ്ട് വരാം, എൻ്റെ ഹോട്ടലിലല്ലേ എത്ര. പക്ഷെ അദ്ദേഹം വളർന്ന രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ അങ്ങനെ ഒരു കൾച്ചർ എന്നിൽ തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ഞാൻ സൃഷ്ടിച്ച സാധനങ്ങളോടാണ് അപ്പം എന്തോരമായിരിക്കും. ഇതൊരു നിർമ്മമതയുടെ സംസ്കാരമാണ്. അതായത് എല്ലാം ലഭ്യമായിരിക്കെ ഒന്നിനോട് മുട്ടിച്ചേരാത്ത അവസ്ഥ. നമ്മുടെ സന്യാസം എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇതാണ്. സന്യാസ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ആധ്യാത്മികത. അപ്പൊ അതാണ് സൃഷ്ടിക്കുക, പരിപാലിക്കുക, വളർത്തുക, വിതരണം ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം സന്യാസത്തിന്റെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഡയറക്ടറായിട്ട് ഈ കസേര ഇരിക്കുന്നു, നാളെ ഈ കസേര വേറൊരാളുടേതാണ്. അതാണ് ഡിറ്റാച്ച്മെന്റ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കാറ്റഗിസിസിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇതിന്റെ ഒരു പ്രതിവിധി. അതായത് സമ്പത്തിന്റെ വിനിയോഗം അല്ലെങ്കിൽ സമ്പത്തിന്റെ കൈമാറ്റം, അങ്ങനെ കൾച്ചർ ബിൽഡ് ചെയ്യുന്നതിലാണ് പറയുന്നത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ആ നിലയിലുള്ള ഒരു ഗൈഡൻസ് വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്റ്റുവർഡ്ഷിപ്പ് എന്നുള്ള വാക്കാണ്. കാര്യസ്ഥത എന്ന് പറയും. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം ഇതാണ് പറയുന്നത്, എൻ്റെ കഴിവും എൻ്റെ ഭുജബലവുമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നാന്ന് ഹൃദയത്തിൽ പോലും നീ ചിന്തിക്കരുത്. ഐ എം ഓൺലി എ കസ്റ്റോഡിയൻ. വാട്ട് ഗോഡ് ഹാസ് ഗിവൺ ടു മീ, ഐ എം എ കസ്റ്റോഡിയൻ. ഇതൊക്കെ ചിലപ്പോൾ നാളെ പോകും, ഇന്ന് വന്ന് നാളെ പോകും. അപ്പം ഞാനൊരു കാര്യസ്ഥതയുടെ സുവിശേഷവും കൂടി ഈ കാറ്റഗിസത്തിൽ വരണം. ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്തോട്ടെ ടീച്ചറെ, ഒരു റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി കൂടി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അല്ലെ, സേഫ് സോണിലൂടെ പോകാതെ ബിസിനസ്സും ഇങ്ങനെയുള്ള സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങൾ
തീർച്ചയായിട്ടും ചലഞ്ചിങ് ആൻഡ് റിസ്ക് ആണ്. ബിസിനസ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് അത് ഫേസ് ചെയ്യാനുള്ള മനക്കരുത് മനക്കരുത്തുള്ളവരായിട്ട് നമ്മുടെ കുട്ടികൾ മാറണ്ടേ. അതിനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ തീർച്ചയായും നമുക്ക് ഈ സംരംഭം നമ്മുടെ ഈ ഇതിന്റെ മറ്റു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇടവകകൾക്ക്, നമ്മുടെ സംഘടനകൾക്ക്, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇനിയും സാധിക്കാൻ പറ്റുന്നതാണ്. അങ്ങിപ്പം മുമ്പ് പറഞ്ഞതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ പങ്കുവച്ചല്ലോ. ആ നിലയിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളുടെ നാട്ടിൽ തന്നെ നമുക്ക് പല സംരംഭങ്ങളും, ഇപ്പോൾ വനിതകൾക്ക് തന്നെ ഇപ്പം വളരെ സിമ്പിളി പറഞ്ഞാൽ ഈ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലെ, എത്രയോ സാധ്യതകളുണ്ട്, വാല്യൂ അഡീഷൻ കൊണ്ടുവരാൻ സാധിക്കുന്ന എത്രയോ പ്രൊഡക്റ്റുകളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഏത്തക്കയെ കുറിച്ച് പറയുമ്പോൾ ഏത്തക്കയ്ക്ക് വിലയില്ലെന്ന് പറയുന്നത്, എന്നാൽ ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ അല്ലെ ചക്കയെ കുറിച്ച് പറയുമ്പോൾ ചക്ക ചിപ്സ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ വളരെ വൈവിധ്യപൂർവമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്യാനും അത് സിസ്റ്റം അതിലൂടെ സൃഷ്ടിക്കാനും സാധിക്കുന്നത് ഒരു വശം. IT ഉൾപ്പെടെയുള്ള സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് സാധ്യതകൾ അതിനും അപ്പുറത്തേക്കാണ്. അപ്പോൾ സാമ്പത്തികമായി നമ്മളുടെ പിന്നോക്കാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അങ്ങ് പറഞ്ഞതുപോലെ അതൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്കില്ല എന്നത്, അത് ഫിനാൻഷ്യൽ ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. രണ്ട്, മറ്റ് നമ്മൾ ഈ സേഫ് സോണിൽ നിന്നുകൊണ്ട് ഒരു നിശ്ചിത ശമ്പളം 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ 50,000 രൂപ ആ ഒരു ശമ്പളം നമ്മൾ ഹാപ്പി ആകുന്നു. ചെറിയ കാര്യങ്ങൾ നമ്മൾ അതിൽ വളരെയധികം സസ്റ്റെയിൻ ഉണ്ടാകുന്നു. ഞാൻ അതിൽ അപ്പുറത്തേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ റിസ്ക്കുമായി ബന്ധപ്പെട്ട്, റിസ്ക് ടേക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾ സൃഷ്ടിക്കാനോ ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, ഇപ്പം നമ്മൾ SIP ഒക്കെ ഉൾപ്പെടെ നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചർച്ചയിൽ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എത്രത്തോളം ഒരു ചിട്ടിക്കപ്പുറത്തേക്ക്, ഒരു FDക്ക് അപ്പുറത്തേക്ക് നമ്മളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി പോവുകയും ചെയ്യുന്നു. അപ്പം അങ്ങ് പറഞ്ഞ ഈ ചർച്ചയുടെ ഒരു സമ്മറി എനിക്ക് മനസ്സിലായത്, ഒന്ന്, ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് അത് ഉണ്ടായി വരേണ്ടതാണ്. അത് പക്ഷേ 50 വയസ്സ് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല. പക്ഷെ അങ്ങ് പറയുന്നത് ചെറിയ പ്രായത്തിൽ അത് ഉണ്ടാകുക. രണ്ട്, നമ്മൾ ഈ കിട്ടുന്ന സമ്പത്തിനെ കൃത്യമായി സൂക്ഷിക്കാൻ, അത് കൃത്യമായി നിക്ഷേപിക്കാൻ, അത് ഇരട്ടിയായി മാറുന്ന ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന വളരെ സുന്ദരപൂർവമായ സൗന്ദര്യമുള്ള ഒരു പ്രോസസ്സ് ഈ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതിനോടൊക്കെ നമ്മൾ എത്രത്തോളം അവെയറാണ്, ഇത്രത്തോളം സംവിധാനങ്ങൾ നമ്മൾ അവെയറാണ് എന്ന ഒരു ചർച്ചയുമുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളുടെ ഈ ചർച്ചയുടെ ഒരു സമ്മറിയായി നമ്മുടെ മുമ്പിൽ വരും. തീർച്ചയായിട്ടും സമ്പത്തിനെ കൂടുതൽ കൃത്യമായി വിനിയോഗിച്ച് സമ്പത്തിനെ ഇരട്ടിയാക്കുക, അത് തീർച്ചയായിട്ടും അത് നീതിയാണ്, അത് സത്യമാണ്, അത് പുണ്യം തന്നെയാണ്. കാരണം ഈ ഇരട്ടിയാകുന്ന സമ്പത്തിലൂടെ ധാരാളം മനുഷ്യർക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കൃത്യമായി ഉപയോഗിക്കാനും വിനിയോഗിക്കുവാനും വിതരണം ചെയ്യുവാനും, അങ്ങനെ ഈ ഒരു സൊസൈറ്റിയെ, ഈ ഒരു സമൂഹത്തെ, അതിനുമെല്ലാം അപ്പുറത്തേക്ക് ഈ രാജ്യത്തെ കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഓരോ ഇടപെടലുകൾക്കും സാധിക്കുമെന്ന സന്ദേശം പകർന്നുകൊണ്ട് ഷെക്കീന ഫയർ റൂമിന്റെ എപ്പിസോഡ് അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി.